കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളെയും ഗിരിദേവനെയും കല്ലുവിനെയും ജയന്തിനെ എല്ലാരും കൂടെ കൂട്ടിയിട്ട് മണിമാളിയിലേക്ക് ലീല സുരയും കൂടെ എത്തുവാണ്. ഈ സമയത്ത് സതി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരെ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ജയന്തിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഒരു മണി ഓട്ടുമണി ശരിയാക്കുന്ന കാര്യം, ഈ മണിയാന്ന് പറഞ്ഞ് മണിമാളിയിൽ ആ തൂങ്ങിയിട്ടിരിക്കുന്ന മണി കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടതും ജയന്തന് ഉണ്ണിമോൾക്ക് അത്ഭുതത്തോടു കൂടിയാണ് ആ മണിയിലേക്ക് നോക്കുന്നത്. ഇത്രയും വലിയൊരു മണിയോ, ഇതാണോ താൻ പുതുക്കി പണിത് കൊടുക്കണ്ടേ എന്നൊരു ചിന്ത ജയന്തന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ജയന്തൻ പറഞ്ഞു, അത് ശരി തന്നെ, പക്ഷേ ഈ രാത്രിയിലെ പണി തുടങ്ങാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ എവിടെയാ കിടക്കണേ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിടക്കണമല്ലോ എന്ന് പറയുക. ഞങ്ങൾക്കുള്ള താമസ സൗകര്യം എവിടെയാന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് ലീലയിലൊരു വെപ്രാളം ഉണ്ടായി. ലീല പെട്ടെന്ന് സതിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ ഇവിടെ കിടത്താന്ന് പറയണേ. ഈ സമയം സതി അന്തം വിട്ട് ലീലനെ നോക്കുവാണ്. ഇവൾ എന്താ ഈ പറയുന്നതെന്നുള്ള മട്ടില്. ലീല പറഞ്ഞു, അതെ ഇതെന്റെ തറവാട് വീട്ടിലാ, നിങ്ങൾ ഇന്ന് ഇവിടെ കിടന്നോളാൻ പറയാണ്. പിന്നീട് സതിയോട് പറഞ്ഞു, ആ താക്കോൽ അങ്ങ് എടുത്തു കൊടുക്കാൻ പറയാ. താക്കോലോ, എന്ത് താക്കോൽ എന്നുള്ള രീതിയില് പെട്ടെന്ന് സതി പറഞ്ഞു, അയ്യോ താക്കോല് എന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്യുന്ന ഞാൻ കണ്ടില്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാം. ഈ സമയം ലീല പറഞ്ഞു, അതെ ഈ തറവാട്ട് വീട്ടില് ഞങ്ങൾ ആരും കിടക്കണില്ല, ഞങ്ങള് കിടക്കുന്ന അപ്പുറം എന്റെ വീട്ടിലാണ് കിടക്കുന്നത്. ഇതിപ്പോ ഭാഗം വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയതാ, അപ്പൊ ഇതൊന്ന് പുതുക്കി പണിതിട്ട് വേണം ഞങ്ങൾക്ക് താമസിക്കാനായിട്ട്. അതുകൊണ്ട് ഇവിടെ ആരും താമസമൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ കിടന്നോളാൻ പറയാ. ഇത് കേട്ടാൻ ജയന്തൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, പിന്നെ നാളെ രാവിലെ ആയിട്ട് പണി തുടങ്ങാലോ എന്ന് പറയാം. ഈ സമയം അകത്തേക്ക് എന്ന് പറഞ്ഞ് പോയ സതി പെട്ടെന്ന് തിരികെ വരുവാണ്. അകത്തേക്ക് എന്ന് പറഞ്ഞപ്പോ അതാ അതിന്റെ സൈഡിലേക്കായിരുന്നു പോയത്. മണിമാളയുടെ സൈഡിൽ കൂടെ അങ്ങ് പോവാ ചെയ്തത്. അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. വന്നിട്ട് പറഞ്ഞു, അയ്യോ ആ കീ എവിടെയോ കളഞ്ഞു പോയെന്ന് തോന്നേ, കീ കിട്ടിയില്ല എന്ന് പറയാം. ഇനി എന്ത് ചെയ്യും, നീ അത് എവിടെ കൊണ്ട് കളഞ്ഞെന്ന് പറയാം. എനിക്ക് ഓർമ്മയില്ലെന്ന് പറയാം. കുഴപ്പമില്ല, വേറെ എന്റെ ഒരു അനിയത്തി അപ്പുറം കുറെ ദൂരെ താമസിക്കുന്നുണ്ട്, 10-15 കിലോമീറ്റർ അകലെയാ. നാളെ അവളുടെ അടുത്ത് പോയി ഞാൻ താക്കോല് മേടിച്ചോണ്ട് വരാം. അതുവരെ ഒരു കാര്യം ചെയ്യുക, നിങ്ങള് ഈ തിണ്ണയില് കിടന്നോളാമെന്ന് ചോദിക്കുക, ഉമ്മറത്ത്. ഇത് കേട്ടാൻ ജയന്തൻ പറഞ്ഞു, അല്ല ഉമ്മറത്തോ, അതെങ്ങനെ ഞങ്ങൾ ഉമ്മറത്ത് കിടക്കണേ, അതും ഈ രാത്രിയിലെന്ന് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞു, സാരമില്ല ജയന്തൻ ചേട്ടാ, നമുക്ക് കിടക്കാം, ഒരു രാത്രിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ, നമുക്ക് കിടക്കാന്ന് പറയണ. പിന്നീട് ലീല പറഞ്ഞാൽ ശരി എന്നാ രാവിലെ കാണാം. സൂര്യനെയും വിളിച്ചോണ്ട് ലീല അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയം സതിയും കൂടെ ആ കൂടെയും കൂടെ പോവാ. ജീവനെ കുറിച്ചുള്ള ചിന്തകളാണെങ്കിൽ സൂര്യക്കാണെങ്കിൽ പോകാൻ പോലും തോന്നില്ല. സൂര്യക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പോവാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ സൂര്യയുടെ കയ്യെ പിടിച്ച് വലിച്ച് സതി അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ സമയത്ത് ജയന്തൻ പറഞ്ഞു, അല്ല ഗിരിദേവ, നമ്മളെങ്ങനെ ഇവിടെ കിടക്കും, അതർത്ഥാണോ, കുഴപ്പമൊന്നും ഇല്ലെന്നേ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നമുക്ക് ഇവിടെ കിടക്കാന്ന് പറയാം. ജയന്തൻ പറഞ്ഞു, ശരിയാ, എന്റെ കയ്യിൽ ഉടുക്കാൻ കൊണ്ടുവന്ന മുണ്ടുണ്ട്, അത് വിരിച്ച് നമുക്ക് ഇവിടെ കിടക്കാന്ന് പറയാം. അങ്ങനെ അവർ അതിനുള്ള കിടക്കാനുള്ളതൊക്കെ നോക്കുമായിരുന്നു. ഈ സമയത്ത് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ സതി ലീലയോട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാ കാണിച്ചേ, ആ കുട്ടികളെ അവിടെ കിടത്തിയത് എന്തിനാ, അവർക്ക് വല്ല ആപത്ത് സംഭവിക്കില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ലീല പറഞ്ഞു, ആ കുട്ടികൾ അത്ഭുത ശക്തിയുള്ള കുട്ടികളാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ടാണ് അവര് അവിടെ നിർത്തിയത്. കാരണം രാത്രിയിൽ അവർക്ക് മണി അടിക്കാനെങ്ങാനും തോന്നിയാലോ, ആ മണി കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കാളിലും ഒന്ന് അടിക്കാൻ തോന്നും. ഇത് കേട്ടതും സതി പറഞ്ഞു, ആഹാ അത് നല്ല കഥയാ നീ പറഞ്ഞേ. അതെന്നെ, ഇന്ന് മണിയൊന്നും അടിക്കാൻ പറ്റില്ല. അതെന്താ, ആ മണിയുടെ നാവ് ഒട്ടിച്ചു വെച്ചേക്കുമല്ലേ, നാരായണേട്ടൻ പശ കൊണ്ടുവന്നത് ഒട്ടിച്ചു വെച്ചില്ലേ, പിന്നെ എങ്ങനെയാ മണി അടിക്കണമെന്ന് ചോദിക്കുവാണ്. ഓ, അപ്പോഴാണ് ലീല ആ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നാളെ ആമത്തിന് ഈ പ്രശ്നത്തെ എന്തെങ്കിലും ഒരു പരിഹാരം ആയിരിക്കും. ആ കുട്ടികൾ അത്ഭുത ശക്തിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അതൊക്കെ ശരി തന്നെ, എന്നാലും എനിക്കെന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടെന്ന് സതി പറയൂ. ആ കുട്ടികളെ തനിച്ച് അവിടെ ഇട്ടിട്ട് എന്താ സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല വാന്നും പറഞ്ഞുകൊണ്ട് അവരും കൂടെ പോവാ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് സതി എന്ത് ചെയ്യാണ്, 1-2 കപ്പളങ്ങപ്പഴം എടുത്ത് കട്ട് ചെയ്യുവാണ്. അതോടൊപ്പം തന്നെ മാങ്ങാപ്പഴം ഒക്കെ. പിന്നീട് അത് സുരയ്ക്കും ലീലയ്ക്കുമായിട്ട് കൊടുക്കുക. ഇതെങ്കിലും കഴിക്കുക. ലീലയോട് പറഞ്ഞ് രാവിലെ തൊട്ട് പട്ടിണി ഇരിക്കുന്നതല്ലേ, ജീവ തിരിച്ചു തന്നു കഴിയുമ്പോൾ നിനക്ക് ആരോഗ്യം കാണത്തില്ല, അറിയാലോ, അവന് വല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതിനുള്ള ആരോഗ്യമൊക്കെ വേണ്ടേ, നീ ഇത് കഴിക്കാൻ പറയാം. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ലീല പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കൊന്നും ഇറങ്ങത്തില്ല, എന്റെ മോൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതെന്ത് വർത്താനം എങ്ങനെ പറയണേ, നീ കഴിക്കുക മോനെ നമ്മൾ സുരയ്ക്ക് നേരെ നീട്ടുവേണം. സുരയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഈ സമയം ലീല പറഞ്ഞു, എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടമായിരുന്നു ഈ കപ്പളങ്ങാപ്പഴം എന്ന് പറഞ്ഞാൽ, അവൻ എത്ര കൊടുത്താലും കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവന് ഇപ്പൊ എവിടെയാണോ എന്തോ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുരയ്ക്ക് വല്ലാത്ത സങ്കടമായി. സുധ കയ്യിലേക്ക് കിട്ടിയ കപ്പളങ്ങാപ്പഴം മാമ്പഴം ഒക്കെ നോക്കി അത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക. അവന് കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു അവന്.
ഈ സമയത്ത് ഉമ്മറത്തുണ്ടായിരുന്ന ഉണ്ണിമോള് ഗിരിദേവനോട് ചോദിച്ചു, അല്ലേ ഗിരിദേവ, ഞാൻ ഈ മണി ഒന്ന് അടിച്ചു നോക്കട്ടെ എന്ന് പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അത് വേണ്ട. ആ എന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞു? ഇതേ കോളിംഗ് ബെല്ലിന് പകരം, നമ്മുടെയൊക്കെ അവിടെ കോളിംഗ് ബെല്ലുണ്ടല്ലോ, അതിന് പകരമാണ് ഈ ഉമ്മർത്തി വലിയ മണ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. അതെന്താ ഇപ്പൊ അടിച്ചാൽ കുഴപ്പം? അതെ, ഇപ്പൊ അടിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ശല്യമാവൂലേ ഈ രാത്രി സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയണം. ശരിയെന്ന് ഉണ്ണിമോള് പറയാ. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ജീവനെ കുറിച്ചുള്ള ചിന്തകൾ സുരിക്കിരിക്കാൻ പറ്റിയില്ല. സുര എന്ത് ചെയ്യാണ്, തനിക്ക് അമ്മ കട്ട് ചെയ്ത ആ മാങ്ങാപ്പഴവും കപ്പളങ്ങാപ്പഴവും ഒക്കെ ആയിട്ട് നേരെ മണിമാളയിലേക്ക് വരുവാണ്. ജീവ ഒരു പക്ഷെ ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ ജീവയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ ഇത്, അങ്ങനെ വിളിച്ച് അവന് കൊടുക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് വരുക. രാത്രിയായി. ജയന്തനും കല്ലു എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. ആ സമയത്ത് സുര വന്നിട്ട് ജീവ ഉറക്കം വിളിക്കുവാണ്. വിളിച്ചിട്ടൊന്നും ആരും വിളിയേക്കുന്നില്ല. പിന്നീട് ആ കഥയെ പോയി തട്ടുവാണ്. കഥകയെ പോയി മുട്ടിയിട്ടും അവൻ അനക്കൊന്നും കേൾക്കുന്നില്ല. അവനിവിടെയെങ്ങും ഇല്ലേ? അവൻ എവിടെ ഉണ്ടെങ്കിലും വരേണ്ടതാണ്. അവൻ ഇതിന് മണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഓടി വരേണ്ടതാണ്. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാല് പോലെ എന്തോ ഒരു സംഭവം ഒറ്റ അടി കിട്ടുവാണ് സുരയുടെ പുറത്തിനിട്ട്. സുര ടപ്പേന്ന് പറഞ്ഞ് താഴേക്ക് വീണു. അതോടുകൂടി സുരയുടെ ബോധവും പോവാണ്. കയ്യിലിരുന്ന മാങ്ങാപ്പഴവും കപ്പളങ്ങാപ്പഴം പ്ലേറ്റും എല്ലാം കൂടെ താഴേക്ക് വീണു. ഒരു സമയം സുരയുടെ ഈ അലർച്ചയോ ഒച്ചപ്പാടും എല്ലാം ജയന്തനെ ഉറക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ജയന്തൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കല്ലും ഉണ്ണിമോളും എല്ലാവരും എഴുന്നേറ്റു. ജയന്തൻ ചോദിച്ചു, ഒരു കരച്ചിലല്ലേ നമ്മൾ കേട്ടേന്ന് ചോദിക്കുക. അത് കരച്ചിലാന്ന് പറയണം. ബാ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും കൂടെ അങ്ങോട്ട് വരുമ്പോ ഗിരിദേവനും ബാബരും കൂടെ അങ്ങോട്ട് വന്നേ. എന്താ കാര്യം എന്ന് ചോദിക്കാം. അല്ല, ഇവിടുന്ന് ഒരു കരച്ചിൽ കേട്ടെന്ന് പറയണ. അങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് സുര താഴെ വീണ് കിടക്കുന്നത് കണ്ടേ. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, അയ്യോ ഇത് സുരയല്ലേന്ന് ചോദിക്കാം. അതേലോ, ഇവനിത് എന്തു പറ്റി? പെട്ടെന്ന് ജയന്ത പറഞ്ഞു, ഞാൻ എടുക്കാം, ഇത് എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടേ കിടത്താം. ചിലപ്പം ബോധമില്ലാതെ കിടക്കുക, കുറച്ച് വെള്ളമൊക്കെ മുഖത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ബോധം വീഴുമായിരിക്കും എന്നും പറഞ്ഞ് ജയേന്ദ്രൻ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, കണ്ടില്ലേ, നല്ല ചങ്ങാതിമാരുണ്ടല്ലോ. ഇങ്ങനെയാണ് നല്ല ചങ്ങാതിമാര് ദൈവത്തിന് തുല്യമാണ്. പിന്നെ ദൈവങ്ങൾക്ക് അവധിയാ, നല്ല ചങ്ങാതിമാര് വേണം. ഈ സമയം വാവര് വേണം. ശരിയാ, സുരേനെ പോലെയുള്ള നല്ല ചങ്ങാതിമാര് തന്നെ വേണമെന്ന് പറയാ. ഈ സമയത്ത് നിലത്ത് പാത്രത്തിൽ കിടന്ന് ആ കപ്പളങ്ങാപ്പഴം മാങ്ങാപ്പഴം എല്ലാം ഓരോ പീസുകളെല്ലാം അപ്രത്യക്ഷമാവുകയാണ്. അപ്പൊ അത് ആരോ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഗിരിദേവനും ബാബരും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ഒരു പുഞ്ചിരി തോന്നുന്നുണ്ട്. പിന്നീട് അവര് നേരെ ഉണ്ണിമോടെ ജയന്തിനേക്ക് അടുത്തേക്ക് വരുവാണ്. ഈ സമയത്ത് സൂര്യയുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചതിൽ സൂര്യക്ക് പതുക്കെ ബോധം വീണായിരുന്നു. എന്നാലും ഇത് എന്ത് പറ്റി? സൂര്യ എന്തിനാ പോലും ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യയുടെ അമ്മ സതിയും ലീലയും കൂടെ ഓടി വരുവാണ്. സതി ഓടി വന്നിട്ട് എന്റെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ്. നിനക്ക് എന്ത് പറ്റിയടാ? നിനക്ക് എന്താ? നീ എന്താ ഇവിടെ വന്നേന്നൊക്കെ ചോദിക്കുക. ഈ സമയത്ത് ജയന്തൻ പറഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല, ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി നോക്കി കഴിഞ്ഞപ്പോൾ ബോധമില്ലാതെ നിലത്ത് കിടക്കുന്ന കണ്ടേ. എന്തിനാടാ മോനെ നീ ഇങ്ങോട്ട് വന്നേ? നിനക്കറിയാൻ പാടില്ലായിരുന്നു ഇങ്ങോട്ട് വരില്ലെന്ന്. പിന്നെ നീ ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതും ഈ രാത്രിയില്. ഈ സമയം കല്ലു ചോദിച്ചു, അല്ല ചേച്ചി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, സൂര്യ എന്തിനാ ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് ലീല പറഞ്ഞു, വാ മോനെ നമുക്ക് പോയേക്കാം, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാ. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, എന്തിനാ നിങ്ങളിങ്ങനെ ഒളിച്ചോടുന്നേ? കാര്യം പറഞ്ഞിട്ട് പോ. ഇതേ കല്ലു ചേച്ചിക്കാനുള്ള മറുപടി കൊടുത്തിട്ട് പോകാൻ പറയാണ്. പെട്ടെന്ന് ലീല പറഞ്ഞു, അല്ല അത് പിന്നെ ഞങ്ങള് സൂര്യ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയാം. അല്ല, സൂര്യ ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് പറഞ്ഞില്ല. അവനിങ്ങനെ ഉറക്കത്തിൽ അങ്ങനെ ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന അസുഖമുണ്ട്. ചിലപ്പോൾ ഉറക്കം വരാതെ വന്നു കഴിയുമ്പോൾ അങ്ങനെയൊക്കെ നടക്കും. അപ്പൊ അതിങ്ങനെ വന്നായിരിക്കും. അല്ല, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്ന കൃത്യമായിട്ട് അവന് ഇവിടെയാ ഉള്ളതെന്ന് ഇത് വാവര് ചോദിക്കുക. ഇത് കേട്ടതും കുഴങ്ങി ലീലയും സതി എന്ത് മറുപടി പറയാനൊന്നും അറിയത്തില്ല. ഈ സമയം സതി പറഞ്ഞു, അല്ല അവൻ സാധാരണഗതിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരും, കുറച്ച് സമയം കഴിയുമ്പോൾ അവൻ തിരികെ വരുന്നാന്ന് പറയാം. എങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അവൻ തിരികെ വരുമായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ഗിരിദേവൻ. പെട്ടെന്ന് എന്ത് മറുപടി പറയണം. ഈ സമയം ബാബര് പറഞ്ഞു, അതേ ഞങ്ങൾ കുട്ടികളാന്നോർത്ത് ഞങ്ങളോടൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മനസ്സിലുള്ള എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കുട്ടികളാന്നുള്ള വിചാരം വേണ്ട. അല്ലെങ്കിൽ തന്നെ ഉണ്ണിക്കണ്ണന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കേ. ഉണ്ണിക്കണ്ണൻ വളരെ കുഞ്ഞായിരുന്ന സമയത്തല്ലേ ഭൂതനായ വധിച്ചേ. അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിയുടെ കാര്യം ഒന്ന് ഓർത്ത് വെക്കേ. അയ്യപ്പസ്വാമി ചെറുതായിരുന്ന സമയത്ത് എത്രമാത്രം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ നിങ്ങൾക്ക് അത്ര പുച്ഛമൊന്നും വേണ്ടാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവര് പരസ്പരം നോക്കുക. ഈ സമയം ഗിരിദേവൻ പറയും, അവരോട് പറഞ്ഞു, അവർക്ക് പറയാൻ മടിയാണെങ്കിൽ അവര് പറയണ്ട എന്ന് പറയാ. പിന്നീട് ബാന്ന് പറഞ്ഞുകൊണ്ട് സുരേനെയും വിളിച്ചോണ്ട് ലീല സതിയും കൂടെ അങ്ങോട്ട് നടക്കുവാണ്. ഈ സമയം
സതി ലീലയോട് പറഞ്ഞു, സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു ആ കുട്ടികളോട്. ഒരു പക്ഷെ അവർക്ക് നമ്മളെ രക്ഷിക്കണമെങ്കിൽ അവർ സത്യങ്ങളൊക്കെ അറിയണ്ടേന്ന് ചോദിക്കുക. അപ്പം ലീല പറഞ്ഞ അതെങ്ങനെ ശരിയാവും? ആ ഉണ്ണിമോള് പറഞ്ഞു കേട്ടില്ലേ, എന്തെങ്കിലും ഇവിടെ ഈ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ വല്ല ഭൂതോ പ്രേതോ പിശാചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴത്തേനും നമുക്ക് പോകാൻ കരുതാ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞൊക്കെ. പിന്നെ ഞാൻ എങ്ങനെ അവരോട് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് പറയാ. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ സതീ സുരൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. 2 ദിവസമായിട്ട് പ്രമോ വിശേഷം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം തൊട്ട് എന്തായാലും മുടങ്ങാതെ ഇടാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.